പിന്നെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഞാൻ ക്ലബ് ഓഫ് ഹോമിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദി സീനാണ്. അത് ഈ ആഴ്ച തന്നെ അപ്ലോഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവരെ എഡിറ്റ് ചെയ്തൊന്നും കഴിഞ്ഞില്ല. അപ്ലോഡ് ആകുമ്പോൾ റീലായിട്ട് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പം ആ ഒരു ബിഹൈൻഡ് ദി സീനും കൂടെ ഞാൻ എന്നാന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ വോയിസ് ഓവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ. ഇത് ഞാനും RJ സുകന്യയും കൂടെ നടന്നത് മാതൃഭൂമിയുടെ ക്ലബ് ഓഫ് ഹോമിലേക്ക് പോകുന്ന ആ ചേച്ചിയാട്ടോ എന്നെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഞാനും അന്നയും കൂടെ ആയിട്ടാണ് പോയത്. എന്നിട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റൊക്കെ എനിക്ക് ഒരുമാതിരി ടെൻഷനോ എന്തോ ഒരു ഫീലായിരുന്നു. കാരണം ഇങ്ങനെ മൈക്കൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ ആവും. അപ്പം ഞാൻ ടെൻഷൻ അടിച്ചിട്ട് പകുതിയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകുതി വിട്ടൊന്ന് നിർത്തും. എന്നിട്ട് വീണ്ടും എന്നാന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്കിതിനകത്ത് കാണാൻ പറ്റും. എന്തൊക്കെയോ ഞാൻ കാണിച്ചു പറഞ്ഞു. ഒരു ഫാഷൻ ഡിസൈനറാണ്. എനിക്കൊരു ഓൺലൈൻ ബ്രാൻഡ് ഉണ്ട്, കാക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് തിരുവനന്തപുരത്താണെന്ന് പറയുന്നത് അത് പറഞ്ഞു പറഞ്ഞു കൂള് ഇന്ന് ചെൽമിയ സ്റ്റോറിയിലെ ഗസ്റ്റ് കോട്ടയത്ത് നിന്ന് വന്നിരിക്കുകയാണ് ട്രിവാൻഡ്രം ക്ലബ് ഓഫ് ഹോമിലേക്ക്. ഇവിടെ വന്നത് വലിയൊരു ബ്രാൻഡിന്റെ കാര്യം വലിയ ബ്രാൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന കാര്യം അതെങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ചെൽമിയ സ്റ്റോറിയിൽ ഇന്ന് എലീസയാണ്. എലീസയുടെ സ്റ്റോറി ഇറ്റ്സ് ട്രൂലി ഇൻസ്പിറേഷണൽ. ക്ലബ് ഓഫ് 94.3 ടൺ കണക്കിന് ഫണ്ട് മൊത്തം പറ. ഇത് ക്ലബ് ഓഫ് 94 ഇവിടെ നിന്ന് നോക്കിയാൽ പറഞ്ഞു. ക്ലബ് ഓഫ് 94.3 ടൺ കണക്കിന് ഫണ്ട്. ഓക്കെ, ഇനി പറഞ്ഞു രണ്ട് മൂന്ന് കട്ട് ചെയ്തിടാനായിട്ട്. ഹായ്, ഞാൻ എൽസ, കാക്ക ബ്രാൻഡിന്റെ ഓണറാണ്. ഹായ്, ഞാൻ എലിസ, കാക്ക ബ്രാൻഡിന്റെ ഓണറാണ്. ഹായ്, ഞാൻ എലിസ, എന്റെ ബ്രാൻഡാണ് കാക്ക. ഹായ്, ഞാൻ എലിസ, എന്റെ ബ്രാൻഡാണ് കാക്ക. ഓക്കെ മതിയല്ലേടോ? ഞാനിപ്പോൾ എണീറ്റിട്ട് ഇതുണ്ട് ഒരു പൂച്ചക്കുട്ടീനെ. കുറേ മാന്തല്ലേ ഈ കരിമിക്കുട്ടീനെ കൊണ്ടുപോകും. വാലൊക്കെയുണ്ട്. അപ്പം ഞാൻ ഇന്ന് എണീറ്റിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. നടക്കുമെന്ന് അറിയില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് പയ്യെ പോകുന്ന രീതിയാക്കാമെന്ന് വിചാരിച്ച്. മാന്താതെ അയ്യോ മാന്താ. അപ്പം ഞാൻ ആദ്യം ഒന്ന് മുടിയൊക്കെ ചീവി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ കിട്ടും. അപ്പോൾ അത് ഞാൻ മുടിയൊക്കെ ചീവിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചേ. അപ്പോൾ അത് കുറച്ചുകൂടെ കട്ട് ചെയ്യാനുണ്ട്. ബാക്കി സ്റ്റിച്ച് ചെയ്ത് വേഗം എടുക്കണം ഒരു ഉടുപ്പ്. അപ്പോൾ അതാദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കുട്ടീനെ ഞാൻ കൊണ്ടുവന്നു. കരച്ചിലാണ് മൊത്തം. അപ്പം ഞാൻ വേഗം മുടിയൊക്കെ സെറ്റാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ട തൂങ്ങി കിടക്കുന്നേ. താഴെ പോലെ എന്താ അവിടെ? എനിക്ക് മുടി ഒന്നും കേട്ടിട്ടില്ല. കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. അയ്യോ കാക്കയെ പറ്റിച്ചോ. അയ്യോ കാക്ക പറ്റിച്ചു. ആ ബുഷ് എവിടുന്നാ ചോദിച്ചതാ. ഇതൊക്കെ മതി. അനിയന്റെ പേര് ന്യൂപ്പി. സുടുക്ക് 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 സുടുക്ക്. ഇതാണ് കുരുത്തം കേട്ടോ. ഒരു ആനപ്രിന്റ് ഉണ്ടോ? അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എയർലൈൻ ഡ്രസ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ വെട്ടുന്ന എടുക്കാം.
ഞാൻ ആനപ്രിൻ്റെ ഒരു 50 മീറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട്, 50 അല്ല 100 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. റെഡും സംഭവം എന്താണെന്ന് വെച്ചാൽ റെഡും ബ്ലാക്കും ആനപ്രിൻ്റ്, പിന്നെ ഓറഞ്ചും ആനപ്രിൻ്റ് വാങ്ങിച്ചു. ഞാൻ ആരോ ഒരാൾ ഇട്ടേക്കുന്ന കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് നോക്കുന്നത്. ആകുമെന്ന് അറിയത്തില്ല, നോക്കാം. ലോലമ്മ പോ ആരോട് പറയാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ പേജിൽ തന്നെ അത്യാവശ്യം ഹിറ്റായ ഒരു ഡ്രസ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല ഇന്ന് ഡെയിലി വ്ലോഗ് എവിടം വരെ പോകും. നിങ്ങൾ ഈ ഒരു പെന്ന് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ പല കളറുണ്ട്. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. എനിക്കിത് തോന്നി, ഇത് പെട്ടെന്ന് തീരും. പിന്നെ ചില ഫാബ്രിക്കിൽ ഇത് വിസിബിൾ ആവുന്നില്ല. പിന്നെ കുറച്ചിങ്ങനെ പേന പോലെ തെളിയാതെയൊക്കെ വരും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ നല്ല ഉപകാരമുണ്ട്. ബുട്ടീക്ക് നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾ ഏത് ചോക്കാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ പാണ്ട ചോക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുള്ളായിരിക്കും. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എത്ര ലെങ്ത് വേണോ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ലൈൻ 2 ഫാബ്രിക് എടുക്കുക, ആംഹോൾ കട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക, താഴെ ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. ഞാനൊരു കേവ് കൊടുത്തു. ഇനി ഈ പോക്കറ്റിന് വേണ്ടി നമുക്ക് ഈ ആംഹോളിൻ്റെ ഈ ഭാഗം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത്, വേറെ തുണി ഇപ്പം നഷ്ടമാവില്ലല്ലോ. 4 അതായത് 2 സൈഡിലും പോക്കറ്റിന് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് നെക്കിന് വേണ്ടി കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് എളുപ്പ വഴികളുണ്ട്. ഞാനിങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ബാക്കിയുള്ളവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇത് പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്തേക്കുന്ന 17 ഇഞ്ച്. എന്നിട്ട് പോക്കറ്റിന് ഇവിടെ ഒരു കട്ട് കൊടുക്കുക. പിന്നെ ഒരു 6.5 ഇഞ്ച് കഴിയുമ്പോൾ ഒരു കട്ട് കൊടുക്കുക. ഇതിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡ്രസ്സൊക്കെ ഞാൻ വെബ്സൈറ്റിൽ ഇടാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഉടനെ തന്നെ വെബ്സൈറ്റ് ലോഞ്ച് ആവുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ചെയ്യാനുണ്ട്. ഡ്രസ്സെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ ഓരോന്നിനും എത്ര മീറ്റർ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. എൻ്റെ അമ്മോ എന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് കൊടുക്കാനുള്ളത് ടൈം കഴിയാറായി. ഇപ്പോൾ കൊടുത്ത് തീർക്കണമില്ല. എല്ലാം കൂടെ നല്ല രസമുണ്ട്. നല്ല ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് ഞാൻ കുറേ ലാഗ് അടിച്ചു വീഡിയോ ഇടാൻ. ഇതിപ്പോൾ രാത്രി ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് ഓരോ ദിവസം ഇത്തിരി ചെയ്യും. വോയിസ് ഓവർ ചെയ്യാനാണ് രാത്രിയിൽ ഇങ്ങനെ ഇരുന്നിരുന്നു. ആനപ്രിൻറ്റിൻ്റെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. എലൈൻ ഡ്രസ്സാട്ടോ, 2 പോക്കറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഇട്ട് കാണിക്കുന്നില്ല, അത് ഞാൻ അടുത്ത റീലിലൊക്കെ കാണിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രിൻറ്റ് ഞാൻ മാറ്റി വെച്ചത് എനിക്ക് വേണ്ടി കുറച്ച്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്രിൻ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും സ്റ്റോക്കുണ്ട്, പക്ഷേ വലിയ പ്രിൻ്റ് ഇല്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഇതിൽ എന്തെങ്കിലും കുർത്തയോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സോ എലൈൻ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് പ്ലാൻ. എന്താണെന്നറിയില്ല. ഞാൻ ചുമ്മാ റീല് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. മേക്കിംഗ് വീഡിയോ, കുറച്ച് ഫൈനൽ ലുക്ക്. സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണ്ടേ, അപ്പം അതിന് വേണ്ടി അതാകുമ്പോൾ എനിക്കൊരു ഡ്രസ്സും ആവും, ഒരു റീലും ആവും, മോഡലും ആവും. അപ്പോൾ അത് ചെയ്യട്ടെ. ദർശനം വിളിക്കും. ദർശനം എനിക്ക് വീഡിയോ എടുത്തരുന്നത് ഇന്ന്. ഞാനിതിങ്ങനെ ഞാൻ തയ്ക്കുന്നൊക്കെ കാണിച്ചാലോ, ഞാൻ ഇതിലിട്ട് കാണിച്ചാലോ. ഇതിൻ്റെ സെയിം ബ്ലൂ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്ക് ഈ ഒരു ഇതിൽ ഞാൻ ചെയ്തതാണ്.
ഇങ്ങനെ കോളറൊക്കെ വന്നിട്ട് ഡ്രസ്സ്. അപ്പം അടുത്ത ഡ്രസ്സ് എന്താവുമെന്ന് എനിക്കറിയില്ല. വലിയ പ്രിൻ്റ് ആയതുകൊണ്ട് ഡൗട്ട്. പക്ഷെ എനിക്ക് അറിയാലേ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാനാണ് ചാൻസ്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താഴെ നൂല് കുത്തി ഇങ്ങനെ അടിഞ്ഞു കൂടി. അതെന്തോ താഴെ ബോബിൻ വെക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു, അറിയാതെ വെക്കാൻ മറന്നുപോയി. എന്നിട്ട് അതിനകത്ത് മുഴുവൻ നൂല് കുടുങ്ങിയിരുന്നിട്ട് അത് മുഴുവൻ കട്ട് ചെയ്തു. അപ്പോഴാണ് താഴെ കുറേ നാളായിട്ടുള്ള വേസ്റ്റുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നു. നൂലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരൂലേ, നൂല് പോലെ എന്തോ സാധനം. അതൊക്കെ പിന്നെ ക്ലീനാക്കി വീണ്ടും സ്റ്റിച്ചിങ് തുടങ്ങി. ഇത് പിന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്ത് തീർത്തായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്താ ഫൈനൽ ലുക്ക് കാണിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു കോളറുള്ള കുർത്തി, ഇത് വെച്ച് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് ഇതേപോലെ കോളറൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ കോളർ, ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ലേ, പക്ഷേ ഈ ഒരു കോളർ വന്നിട്ട് 3/4 സ്ലീവ് വരുന്നൊരു മോഡലായിരുന്നു എനിക്കിഷ്ടം. ഉള്ളത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. കാരണം മെറ്റീരിയൽ ഇല്ലായിരുന്നു. ലാസ്റ്റ് വന്ന പീസ് വെച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. അത് വെച്ച് ചെയ്തതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്യട്ടോ. പിന്നെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ വെബ്സൈറ്റിന് വേണ്ടി ഒരു 5-6 ഡ്രസ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അയൺ ചെയ്തിട്ട് അതും കൂടെ ഫോട്ടോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആണെങ്കിൽ അപ്പോൾ തെരസയ്ക്കാണെങ്കിൽ തിരിച്ച് പോകാറായി. അവളെനിക്ക് എടുത്ത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ച് അവൾക്ക് ട്രിവാൻഡ്രത്ത് പോകണം. അപ്പോൾ ആ സമയത്ത് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല, ബസ് പോവും. അപ്പോൾ ഞാൻ എല്ലാം തേച്ചിട്ട് അവിടെ തന്നെ വെച്ച്. പിന്നീടാണെങ്കിൽ എനിക്കൊരു കൊളാബ് ഷൂട്ട് വന്നായിരുന്നു. അപ്പം അടുത്ത ദിവസം വന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും ബിഹൈൻഡ് സീനൊക്കെ ഞാൻ അടുത്ത റീലിലിടാം കേട്ടോ. വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞുതരാൻ നോക്കാം. ഈ അയൺ ബോക്സ് പുതിയതാട്ടോ, ഉഷേന്ന് വാങ്ങിച്ചതാ. വേറൊന്നും എനിക്കുണ്ടായിരുന്നു വീട്ടിൽ, പഴയതായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കത്തി. തെരസയായിരുന്നു അയൺ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കത്തി, അതടിച്ചു പോയി. പിന്നെ എല്ലാം പുതിയതാണ് മാറ്റിയതാണ്. അപ്പോൾ പുതിയത് ഞാൻ ഉഷേന്ന് എടുത്തതാണ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തോ സ്വിച്ചിൻ്റെ ഇഷ്യൂ ആയിരുന്നു, എന്തോ പവർ എന്തോ റിലേറ്റഡ് ആയിട്ട് എന്തോ കാരണം കൊണ്ട് അടിച്ചു പോയതാണ്. ഇതാണിപ്പോൾ 2-3 ആഴ്ചയായി സംഭവം നടന്നിട്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ജയലക്ഷ്മി സിൽക്സിൽ അന്ന് തന്നെ വൈകിട്ട് പോയതാട്ടോ. ഇന്ന് കോളേജിൽ തെരസയ്ക്ക് പോകണമായിരുന്നു അന്ന് വൈകിട്ട്. അപ്പോൾ അതിന് വേണ്ടി ബസ് ഇവിടുന്ന് കയറ്റി വിടാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജയലക്ഷ്മി സിൽക്സിലാന്ന് തോന്നുന്നു പോയിട്ട്, കടയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഓൾറെഡി പേജിലിട്ടേക്കുന്ന ഒരു ഡ്രസ്സിൻ്റെ ഓർഡർ വന്ന കേട്ടോ. അപ്പോൾ 2 ടോപ്പ് വേണമായിരുന്നു. ഒരാൾ ഓർഡർ ചെയ്താൽ, പക്ഷേ അതിൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ആർക്കും സെയിം തന്നെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓണം കളക്ഷൻ നോക്കാൻ പോയി. അവിടെ നല്ല കോട്ടൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. ഇത് ഉടനെ വെബ്സൈറ്റിൽ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഇതെന്താണെന്ന് വെച്ചാൽ ഓൺ-എയർ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റീമർ ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആട്ടോ ഈ കാണുന്നത്. അവരുടെ നല്ല പാക്കിംഗ് ആണ്. പുറമെ ഒരു ബില്ലൊക്കെ ഇങ്ങനെ ചെറിയൊരു പാക്കിൽ വെച്ചു. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റീമർ ആദ്യം വരും. നല്ല പാക്കിംഗ് ആട്ടോ, എല്ലാം നല്ല സേഫായിട്ട് വന്നു. അതിന് വെക്കാൻ വേണ്ടി ഒരു അഡാപ്റ്റർ ഉണ്ട്. പിന്നെ അതാ ഇങ്ങനെ ഒരു വാട്ടർ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു കപ്പുണ്ട്. പിന്നെ അകത്ത് അതിൻ്റെ 3 സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതോടെ കണ്ടു നോക്ക്. നമുക്ക് ഈ ഒരു ഫാബ്രിക് വെച്ച് നമുക്കൊരു എയർലൈൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി ചുളുങ്ങിയിരിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അയൺ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എൻ്റെ ആമസോണിൽ ഞാൻ ഈ ഓൺ-എയർ ബ്രാൻഡിൻ്റെ സ്റ്റീമർ ആട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യാൻ ഇങ്ങനെ ഒരു
കപ്പ് തന്നിട്ടുണ്ട്. നമുക്കിതാ ഇത് വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കോട്ടന് വേണ്ടി നമുക്ക് ബ്ലൂ കളറാണ് കേട്ടോ ഇതിൻ്റെ മോഡ് വരുന്നത്. ചുളുക്കൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നത് നോക്ക്. ഇതിന് 3 മോഡാട്ടോ ഉള്ളത്. അപ്പം ഞാൻ ഗ്രീൻ സാരിക്ക് യൂസ് ചെയ്യുവാണേ. ജീൻസിന് റെഡ് മോഡാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 3 അറ്റാച്ച്മെന്റ് ആട്ടോ വരുന്നത്. അപ്പോൾ അത് യൂസിനനുസരിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. പിന്നെ വേറെ ദിവസത്തെ പാക്കിംഗ് വീഡിയോ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നു അന്ന് പാക്ക് ചെയ്തത്. അല്ലെങ്കിൽ അവർ സഹായിക്കാറുണ്ടായിരുന്നു. ഇന്നെന്തോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഓരോരുത്തരുടെ പേര് വെച്ച് ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കും. ചിലവർ 5-6 ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിലവർ 2 ചിലവർ 1 അതൊക്കെ. അപ്പോൾ ഈ കൂട്ടത്തിൽ അസ്വി മലയാളം ചേച്ചിയില്ലേ, മറ്റേ അസ്വി വ്ലോഗ്സ് അശ്വതി അശോക്, ആ ചേച്ചി ഓർഡർ ചെയ്ത ഡ്രസ്സ് ഇതാ ഈ മൂലക്കിരിപ്പുണ്ട്. ഞാൻ ആ ചേച്ചിക്ക് ചെയ്തത് ഞാനിങ്ങനെ മാനിക്യൂൻ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അത് ഈ കൂടെയാണ് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ കുർത്തി തയ്ച്ചു. ആദ്യമേ ഞാനൊരു വീഡിയോ എടുത്തതാണ്. എന്നിട്ട് അത് ശരിയാത്തോണ്ട് ഞാൻ ഇന്ന് വേറെ വീഡിയോ എടുത്ത് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യൂ. ഞാനിപ്പോൾ അത് പറയാമെന്നല്ല. ഒരു ചെരുപ്പ് വാങ്ങിച്ചായിരുന്നു. അപ്പം അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വാങ്ങാൻ കാരണം ഒരു വലിയ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടാൻ വേണ്ടിയാ. നോക്കട്ടെ ചേരുവോ. ചേർന്നാൽ മതിയായിരുന്നു. കാണിക്കും, എല്ലാ വശവും കാണിക്കും. തുടങ്ങി താഴത്തെ വശം തുറന്ന്. ഇതെന്താന്ന് വെച്ചെന്നാൽ ഞാൻ അൺബോക്സിങ് വീഡിയോ എടുക്കാം കേട്ടോ. പേടിച്ചാണ് തുറക്കുന്നത്. ഇത് മാനിക്യൂർ കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പേജ് ഞാൻ ആ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. ധൈര്യമായിട്ട് മേടിക്കാം. കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇത് 4000 സംതിങ് വരും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചു. എനിക്ക് ഡ്രൈപ്പായിട്ടുള്ള ഡ്രസ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കറക്റ്റ് പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പഠിക്കണം. ഉടനെ ഓരോന്നിറക്കാം. എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. ആദ്യം അത്യാവശ്യമൊക്കെ അറിയാം, എന്നാലും നന്നായിട്ടൊന്ന് പഠിക്കണം. അപ്പം ഡ്രൈപ്പഡ് സ്കേർട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ ഞാനത് യൂസ് ചെയ്യുന്ന ജസ്റ്റ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഇടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വുഡിൻ്റെ ആണ് താഴത്തെ സ്റ്റാൻഡ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റീൽ കണ്ടപ്പോൾ എനിക്ക് പേടിയായി അതെങ്ങനെയാണോ എന്ന്. ഞാൻ എന്നിട്ട് പടത്തിൽ നോക്കിയപ്പോൾ അത് തന്നെ. എൻ്റെ വിചാരം മൊത്തം വുഡാന്ന്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് തുറക്കുന്നതിന് മുമ്പ് നല്ല പേടിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഉദ്ദേശിച്ച സാധനം തന്നെ വന്നു, പെർഫെക്റ്റ്. പക്ഷെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ റൂം ഒന്നാമത് കുഞ്ഞതാണ്. അപ്പം ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കറണ്ട് പോയി. അപ്പം ഞാൻ ഈ മാനിക്യൂൻ ഇവിടെ വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. ഞാൻ പുറത്ത് പോയിട്ട് ലൈറ്റ് കത്തിക്കാൻ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതേ തട്ടി ഞാനും ഈ മാനിക്യൂനും കൂടെ വീണു. എന്നിട്ട് ആ മാനിക്യൂനിൽ സ്റ്റെയിൻ വന്നു. നിലത്ത് എവിടുന്നോ പറ്റി. നിലത്ത് നല്ല ചെയറിൻ്റെ സൈഡിലൊരു ബ്ലാക്ക് ഒരു ഇത് വരും. ഒരു ചെയറിന് ഞാൻ കവർ ഇട്ടേക്കുമായിരുന്നു. പക്ഷേ ചെയറിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടു അതിന് സ്റ്റെയിനായി. ഇട്ട് സാനിറ്റൈസറൊക്കെ വെച്ച് ജസ്റ്റ് റബ്ബ് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ ഒരു പാട്ട് അവിടെ ഉണ്ട് കേട്ടോ. പിടിക്കണോ? പരസ്യം നിന്റെ പൊക്കത്തൊട്ടിച്ച ശരി. അവിടെ കാക്കയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ശരി.
ശരിയാണെന്നേ. ഡ്രേപ്പ് ചെയ്യുമ്പോൾ എന്തായാലും പിന്ന് വേണമല്ലോ. അപ്പോൾ പിന്നൊക്കെ കുത്താൻ പറ്റുമോ എന്നൊക്കെ ഞാൻ തൊട്ട് നോക്കാം കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ആ മറ്റേ സാധനം കമ്പി പൊക്കി നിർത്താൻ പറ്റുമോ എന്ന് നോക്കാം. അതെങ്ങനെയാ? ഓക്കെ വെച്ചേ. ഇവിടെ ഇതിന് റിവ്യൂ ഇടണേ നല്ലതാണ്. ഹായ് കാക്കയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാക്കേന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് സൂട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റാൻഡ്. ഇങ്ങനെ വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പറയണം. ഇതിൻ്റെ ഇവിടെ ഞാൻ പെർഫെക്റ്റ്, ഞാൻ ആഗ്രഹിച്ച സാധനം നല്ല കളറെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് സാധനം. അപ്പോൾ എന്തായാലും ആ പേജിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചാൽ നല്ല പൈസയാവും, 10,000 അങ്ങനെ എന്തൊക്കെയോ കാണുന്നത്. എനിക്കറിയില്ല. ഹോൾസെയിലായിട്ട് മറ്റേ മേനകയിലൊക്കെ ചെന്നാൽ കിട്ടുമെന്നാകട്ടെ. അവിടെയും 3,000 4,000 റേഞ്ചിലാണ്. അപ്പം എല്ലാവരും ബ്ലാക്ക് ആകട്ടോ ഇതൊക്കെ വാങ്ങിക്കുന്നത്. എനിക്ക് ബ്ലാക്ക് അല്ല, എനിക്ക് ഈ കളറായിരുന്നു ഇഷ്ടം. പിന്നെ ഈ വുഡ് ഫിനിഷൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ഈ ഡ്രസ്സ് കണ്ടോ, ഇത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അശ്വതി അശോക് ഇല്ലേ, ഈ ചേച്ചിയുടെ വ്ളോഗിലൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. വ്ളോഗിൽ ഇട്ടിട്ടില്ല, ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ശരണ്യ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഡ്രസ്സ്. അതായത് ഞാനിതൊക്കെ അവരുടെ സ്റ്റോറിയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിരുന്ന കേട്ടോ, സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്തിരുന്നതാ. പിന്നെ ഈ അസു ചേച്ചി വേറെ 2 ഡ്രസ്സും കൂടെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ഇതേപോലത്തെ ഒരു കുർത്ത സെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ആ ചേച്ചീനെ ഞാൻ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്ന വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്ത്. ഇവർ 2 പേരെയും എനിക്ക് പണ്ട് തൊട്ട് അറിയാമെന്ന് കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ ഡ്രസ്സൊക്കെ കയറുമോ എന്നൊക്കെ പരീക്ഷിച്ച് നോക്കുന്ന കേട്ടോ ഇതൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഡിസ്പാച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള എല്ലാ ഡ്രസ്സും ഞാൻ ഇതിലിങ്ങനെ ഇട്ടിട്ട് നോക്കുക, എല്ലാം കയറുന്നുണ്ടോ. ഇങ്ങനെ ഷോൾഡറൊക്കെ ഇങ്ങനെ കുഞ്ഞാക്കാനൊക്കെ പറ്റും കയറ്റാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ അതൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സന്തോഷമൊക്കെ കേട്ടോ. ഈ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഈ ഒരു കുർത്ത സെറ്റ്. ഇതാ ഈ പാൻറ്റും പിന്നെ ഈ ടോപ്പും പിന്നെ ഒരു ഷോളുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണേൽ DM ചെയ്താൽ മതി. എക്സ്ട്രാ സ്മോളില്ല, സ്മോളും മീഡിയവും ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ലെങ്ത് കുറച്ച്, ടോപ്പിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ് കേട്ടോ. ഒരു 39 ഒക്കെ കാണുള്ളൂ. അപ്പം ഹൈറ്റ് കുറവുള്ളവർക്ക് കറക്റ്റ് ആയിരിക്കും. ഇതാ പിന്നെ ഈ ഒരു സെറ്റ് ഇതൊക്കെ കൊടുത്താൽ കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് സ്റ്റോക്കായി. 2 സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എൻ്റെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പർപ്പിൾ ഡ്രസ്സല്ല, ഇത് സ്കേർട്ടും ടോപ്പുമായിരുന്നു കോസെറ്റ്. അപ്പോൾ അത് ഞാൻ ഇതിലിടാൻ നോക്കി, കയറുന്നേ ഇല്ല. ഇത് ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ദേഹത്തും കയറ്റിയത്. ഇത് ഞാൻ മൊത്തത്തിൽ ക്ലോസ് ആക്കി വെച്ചേക്കുക. സിബോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ദേഹത്ത് തന്നെ വലിച്ചു കയറ്റിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും കയറുന്നില്ല. പിന്നെ അതാ അതിൻ്റെ കോസെറ്റ് പുറകെ ഞാനിങ്ങനെ ഓപ്പൺ ആക്കാതെ ചെയ്തത് കൊണ്ട് ഇതിലെന്തായാലും കയറത്തില്ല. ഞാൻ കയറുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ഒരു നടക്കുന്നില്ല. അതുപോലെ ഒരു വഴിക്ക് എന്തോ പറയും, എന്തായാലും നടക്കുന്നേ ഇല്ല. അതെങ്ങനെ ഇരിപ്പുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാട്ടോ. ഇതേപോലത്തെ കുറേയും കൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുമെന്ന് തോന്നുന്നു. വഴിയെ ചെയ്യുന്നതൊക്കെ കാണിക്കാം. ഇതൊരു ബൾക്ക് ഓർഡർ പാക്ക് ചെയ്യുന്ന കേട്ടോ. 2 ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, അന്നയും ദർശൻ്റെ കൂടെ കൂടിയായിരുന്നു. അവരെ 2ഉം ഇരുന്ന് അയണൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഇതാ ഈ ഒരു ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സും പിന്നെ അതിൻ്റെ തന്നെ വേറെ കളറും പിന്നെ പെപ്ലം ടോപ്പും പിന്നെ ഒരു വലിയ ഡ്രസ്സും കൂടെ കേട്ടോ അവർ ഓർഡർ ചെയ്ത്. പിന്നെ ഞാൻ ഓട്ടോയിൽ കൊണ്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു പാക്കിങ് കൂടെ അവർക്ക് അയക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട്
ഇതൊരു അൺബോക്സിങ് കേട്ടോ. ഇതൊരു സ്റ്റോറേജ് ഇങ്ങനെ ഡ്രോയറൊക്കെ ഉള്ളൊരു ഷെൽഫ് പോലത്തെ സംഭവം. മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മീഷോയിൽ നിന്നല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് 400 സംതിങ് രൂപയായിരുന്നു. ഇത് നല്ല സ്റ്റോറേജ് ഡ്രോ ഒക്കെ ഉള്ള സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ബ്രൗൺ ആയിട്ട് ആദ്യം വീഡിയോ കണ്ടു, പക്ഷെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതെനിക്ക് ഫുള്ള് വൈറ്റ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഈ ഒരു റേറ്റിൽ ഫുള്ള് വൈറ്റ് കിട്ടുന്നില്ല. അപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാം സ്റ്റോറേജ് ചെയ്ത് ചേർക്കാൻ പെട്ടെന്ന് വലിച്ചെടുത്താൽ മതി. ഇഷ്ടപ്പെട്ടു സാധനം. പക്ഷേ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അകത്തെ ഡ്രോയുടെ കളറൊക്കെയാണ്, മറ്റേ സൈഡിലെ കളർ എനിക്ക് ഇഷ്ടമില്ല. അതാ പ്രശ്നം. പിന്നെ ഇത് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചത് അൺബോക്സ് ചെയ്യുന്ന കേട്ടോ. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ മൊത്തം കുത്തിയിരുന്ന് നോക്കും. പിന്നെ കറക്റ്റ് മീറ്റർ വന്നോ എന്നൊക്കെ ഞാൻ നോക്കും കേട്ടോ. ഇതെല്ലാം അൺബോക്സിങ് വീഡിയോ നിങ്ങളിപ്പം ഓൺലൈനിൽ നിന്നോ ഓഫ്ലൈനിൽ നിന്നോ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾ പോയല്ലോ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമുക്ക് പ്രൂഫ് ഉണ്ടായിരിക്കും. അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും നിങ്ങൾ വേറെ വാങ്ങിക്കുവാണെങ്കിലും ഈ ഓൺലൈനിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും ഇങ്ങനെ എടുത്ത് വെക്കണം. കാരണം ഇപ്പം നോക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് ഉണ്ട് എന്നും പറഞ്ഞ് ഇത് വീഡിയോ ക്ലോസ് ആക്കരുത്, കട്ട് ചെയ്യരുത്. കാരണം എൻ്റെ ലാസ്റ്റത്തെ ഞാനൊരു പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്, അതിൽ ഫുള്ള് പ്രിൻ്റ് ഡാമേജാണ്. അപ്പം നമുക്ക് കറക്റ്റ് എത്ര പ്രിൻ്റ് ഡാമേജാണ് കറക്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിക്കുമ്പം ഈ പ്രിൻ്റ്, ഈ ആന പ്രിൻ്റിൽ പല സ്ഥലത്തും മൊത്തം പ്രിൻ്റ് ഇളകിയിരിക്കും. അല്ലെങ്കിൽ ഈ ആനയുടെ ബ്ലാക്ക് പ്രിൻ്റ് ഉണ്ടല്ലോ, ആ റെഡിലോട്ട് കലർന്നിരിക്കുക. അങ്ങനെയൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. മൊത്തം ഒരു 5-6 മീറ്റർ ഡാമേജ് ഉണ്ട്. അപ്പം അത് പറയുമ്പോൾ അംഗീകരിക്കണ്ടോ, കണ്ടോ ആ കളർ ഷെയ്ഡ് കണ്ടോ താഴെയൊക്കെ, ഇതൊക്കെ ഫെയ്ഡ് ആവുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാൻ പറ്റുന്ന ഒരു ആളെ വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. പിന്നെ ഇത് നിങ്ങളെപ്പോഴും ചോദിക്കൂലേ ഇത് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന അതിൽ കിട്ടും കേട്ടോ ഒരുപാട് പേരെ. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പം അതെൻ്റെ തലയിലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ഒന്നോടെയും നല്ലത്, ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ വേറെ കുറേ ഡാമേജ് വരുന്നുണ്ട്, ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. ഇപ്പം നമ്മൾ പാക്കിങ് കത്തിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അടുത്തത് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഇങ്ങനെ എത്രയാ ഡാമേജ് കണ്ടോ കളറൊക്കെ ഇങ്ങനെ ഡോട്ട് പോലെയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. അവരപ്പം അടുത്ത പ്രാവശ്യം കുറച്ച് തരാമെന്നോ പൈസ തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ ഇട്ടിട്ട് വരെ പോകും കേട്ടോ. എല്ലാം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റേ സ്റ്റീം അയൺ വെച്ച് ഞാൻ കസ്റ്റമർ ഓർഡർ ചെയ്ത വലിയ സ്കേർട്ട് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ അയൺ ചെയ്യും കേട്ടോ. ജസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കുക. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു. ഇതെനിക്ക് വന്ന അടുത്ത മെറ്റീരിയലിൻ്റെ ഇതാട്ടോ. എനിക്ക് കിട്ടിയപ്പോൾ തന്നെ കത്തിയിരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരും. അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മാം ഇത് എത്ര മീറ്ററാണ് ഡാമേജ്, അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ച് തരാമെന്ന്. പൈസയൊന്നും തരുമെന്ന് പറയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തരാമെന്ന് പറയും. അങ്ങനെയെങ്കിലും പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കണം. പക്ഷേ ഇത് നല്ല മെറ്റീരിയലായിരുന്നു. ഞാൻ അൺബോക്സ് ചെയ്ത് ഇതും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. അപ്പോൾ എത്ര മീറ്റർ ഇതായെന്ന് നമുക്ക് തെളിവ് കാണിക്കാമല്ലോ. അപ്പോൾ ഒരു ഇതിൽ ഭാഗ്യം കൊണ്ട് വലിയ ഡാമേജ് ഒന്നും വന്നില്ല, ഇതിലാണ് ഡാമേജ് വന്നത്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് എത്രയുണ്ട് കറക്റ്റ് മീറ്റർ വന്നോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഡാമേജ് വന്നത് 1 മീറ്ററിൽ ആയിട്ടാണ് കത്തിയത്, ബാക്കി അകത്തോട്ടൊന്നും കത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത പ്രാവശ്യം അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ, അകത്തോ എല്ലാം ആയോ അങ്ങനെയൊക്കെ. പിന്നെ ഇത് അടുത്തത്, ഇതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാൻ പോവാം. അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം ഇത് ഞാൻ വെബ്സൈറ്റിന് വേണ്ടി ഓർഡർ ചെയ്ത പ്രിൻറ്റുകളൊക്കെയാണ് കൂടുതലും. പിന്നെ ട്രയലിന് വേണ്ടി ഓർഡർ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ. ആദ്യമേ നിങ്ങൾ ഏത് പ്രിൻ്റ് ആണെങ്കിലും ഓൺലൈൻ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് വാങ്ങിക്കണം. പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പം വാങ്ങിക്കുമ്പം അവരുടെ GSTയും ലൊക്കേഷനും ഷെയർ ചെയ്യാൻ പറയണം. എന്നിട്ടേ അവരുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിക്കാവുള്ളൂ. അവർ മിനിമം ഒരു 10 മീറ്ററൊക്കെ ആയിരിക്കും ആദ്യം പറയുന്നത് അവരുടെ ക്വാണ്ടിറ്റി.
അപ്പോൾ അത് ആദ്യം 1-2 എണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് പിന്നെ അവരുമായിട്ടുള്ള ഇതെങ്ങനെയുണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ബാക്കി കൂടുതൽ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കാവുള്ളൂ. പിന്നെ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പരീക്ഷണമായിട്ട് മാത്രം എടുക്കുക. കാരണം എത്ര ഫാബ്രിക് ഡാമേജ് വന്നാലും ചിലപ്പോൾ പൈസ പോലും കിട്ടിയാല. പിന്നെ പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ ഫുള്ള് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കാണൂല. അപ്പോൾ പൈസ മൊത്തം കൊടുത്തിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പം വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ആരും ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയുള്ളവർ ഫസ്റ്റ് ആദ്യമം എറണാകുളത്ത് നിന്ന് ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നീട് പയ്യെ ഓരോരുത്തരെ ഓൺലൈനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ പയ്യെ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പൈസ പോയതായിരിക്കും. എനിക്ക് നല്ല രീതിയിൽ പണി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്ന കേട്ടോ. ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എല്ലാ പ്രാവശ്യവും തരുമായിരുന്നു. പിന്നെ 20 മീറ്റർ 20 തോന്നുന്നു മീറ്റർ വാങ്ങിച്ചിട്ട് അത് റിട്ടേൺ എൻ്റെ അഡ്രസ്സിലോട്ട് അവർ അയച്ചു. എന്നിട്ട് അത് റിട്ടേൺ പോയിട്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ തിരിച്ചയക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചില്ലായിരുന്നു, പൈസ ഇതുവരെ തന്നിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറേ 2-3 മാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും അയച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ അത് കിട്ടുമായിരുന്നെങ്കിൽ നല്ല ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഞാനത് പറ്റിക്കപ്പെട്ടത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് GSTയും ലൊക്കേഷനും ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അതിന് മുമ്പേ ജസ്റ്റ് പൈസ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് കുറേയൊക്കെ കിട്ടും, കുറേയൊക്കെ കിട്ടത്തില്ല. അങ്ങനെയൊക്കെ പഠിച്ച് വന്നപ്പോഴാണ് മനസ്സിലായേ ഇങ്ങനെയുള്ള ഡീൽ ചെയ്യുമ്പോൾ GSTയും ലൊക്കേഷനും ചോദിക്കണമെന്നുള്ളത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ഹോൾസെയിലായിട്ടുള്ള ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ഷോപ്പുകളുടെ പേരറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ക്യാപ്ഷനിലോ ഡിസ്ക്രിപ്ഷനിലോ വല്ലതും കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അവിടെ അവരുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമ്പറിൽ വിളിച്ചു ചോദിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. പിന്നെ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിയാറായപ്പോൾ എനിക്ക് പാണ്ട ചോക്കില്ലേ അതെനിക്ക് വന്നു. ഞാനത് യൂസ് ചെയ്ത് നോക്കി. പാണ്ട ചോക്ക് കൊള്ളാം, അയൺ ചെയ്താലൊക്കെ മാഞ്ഞു പോകും. പക്ഷേ അതത്ര കട്ടിയുള്ള ഒരു ചോക്കല്ല. അതായത് വരയ്ക്കുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, ഇച്ചിരി പ്രസ് ചെയ്ത് വരച്ചാൽ അതൊരു മാർക്കായിട്ട് വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. നല്ലതാണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം നമ്മൾ മറ്റേ ചോക്ക് നോർമൽ ചോക്ക് യൂസ് ചെയ്താൽ ഡ്രസ്സിലൊക്കെ ആവൂലേ, തുടച്ചാൽ പോകത്തില്ല. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വൈറ്റിൽ യൂസ് ചെയ്യുന്ന വേറെ കളർ ചോക്കുകൾ കാണും, അത് എനിക്കൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്. അത് വാങ്ങിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതെല്ലാം ഞാൻ ജസ്റ്റ് നോക്കി, എല്ലാം കറക്റ്റാണെന്ന് നോക്കി. പിന്നെ എല്ലാം ഒന്നും ഞാൻ മൊത്തത്തിൽ ഓപ്പൺ ആക്കി അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ തുറന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് അകത്തത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല കേട്ടോ. അങ്ങനെയും നോക്കേണ്ടതാ. പക്ഷെ ഓക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെ നോക്കാതെ വരുന്നത് കൊണ്ട് ഇങ്ങനെ തുറന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും അകത്തൊരു ഡാമേജ് കാണുന്നത്. ചിലപ്പോൾ ഞാനത് കട്ട് ചെയ്ത് യോക്കിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണും. അപ്പം നല്ല രസം, എന്തോ നല്ല വിഷമം വരും. നല്ല രസം. അപ്പം അത്രയും പോയിന്നാവും. പക്ഷെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാൻ. അപ്പം നമുക്കതൊരു വിഷമമായിട്ട് തോന്നേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഈ ഭാഗത്ത് വരും, അങ്ങനെയൊക്കെ കുറച്ച് നഷ്ടങ്ങളുണ്ടാവും. അത് മൈൻഡാക്കി മനസ്സിലാക്കി മുൻപോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഓരോ ഫാബ്രിക് പോകുമ്പോഴും ഞാനത് എനിക്ക് വേണ്ടി മാറ്റി വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഞാൻ എന്നിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തിടും. ചിലതൊന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്തിടണമെന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫാബ്രിക്കുകളാണ് വാങ്ങിക്കുന്നത്, പ്രിന്റുകളൊക്കെ. അപ്പം അതിലെന്തെങ്കിലും ഡാമേജ് വന്നാലും എനിക്കിടുന്നതിന് ഓക്കെയാണ്. പിന്നെ എനിക്ക് ഇട്ടിട്ടും പിന്നെയും മിച്ചം ഫാബ്രിക്കിന് ഡാമേജ് വരുവാണെങ്കിൽ ഞാൻ ത്രിഫ്റ്റ് സ്റ്റോർ വഴി സെല്ല് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയിട്ടും കസ്റ്റമേഴ്സൊക്കെ ഹാപ്പി ആട്ടോ.
ഞാൻ നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. കിട്ടിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഡാമേജ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. പക്ഷെ അവർക്കെല്ലാം ഹാപ്പിയാണ്. ത്രിഫ്റ്റ് സ്റ്റോർ നന്നായിട്ട് പോകുന്നുണ്ട് അവിടെ. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ഇടാറുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി, ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചോളൂ. കിട്ടിയവരൊക്കെ ഹാപ്പിയാണ്. അപ്പം എനിക്ക് ഹാപ്പിയാണ്. കാരണം എനിക്കിപ്പോൾ ഒരേപോലെയുള്ള ഒരുപാട് ഡ്രസ്സ് എനിക്ക് ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിട്ടും പിന്നെ ഒന്നിൽ കൂടുതലുള്ളതൊക്കെ ഞാൻ സെല് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇട്ടിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഞാൻ അതും കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് വേറെ പുതിയത് ഇടണമല്ലോ. പുതിയത് തന്നെ സ്റ്റിച്ച് ചെയ്യും. അപ്പം ഞാൻ പഴയതെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം യൂസ് ചെയ്ത് പിന്നെ കുറേ റീച്ചൊക്കെ വന്നപ്പം ഞാൻ ഇടുമ്പോഴേ അത് സെല്ലായി പോകാറുണ്ട്. അപ്പം അവിടെ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ബ്രൗൺ പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് വീണ്ടും ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സാമ്പിളായിട്ട് എടുത്തതാണ്, എങ്ങനെ ഉണ്ടെന്നറിയാൻ. അതേപോലെ നിങ്ങളെല്ലാം ഫസ്റ്റ് സാമ്പിളായിട്ട് എടുക്കുക. കുറച്ച് മീറ്റർ മിനിമം എത്രയാണോ ആ ഷോപ്പുകാർ പറയുന്നത് അത്ര എടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ അത് നല്ലതാണോ എന്ന് അറിഞ്ഞിട്ട് വേണം വീണ്ടും വാങ്ങിക്കാൻ. ഞാൻ ചിലപ്പോൾ ബോധമില്ലാതെ ഒരെണ്ണം നോക്കി സാമ്പിൾ നോക്കിയിട്ട് സാമ്പിൾ നോക്കാതെ തന്നെ വീണ്ടും ഞാൻ ഫോട്ടോ കണ്ടിട്ടാണല്ലോ ഈ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ കാണാതെ തന്നെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തു. അതിവിടെ നന്നായിട്ട് കുത്തിന കണക്കിന് ഇരിപ്പുണ്ട്. അങ്ങനെയൊന്നും അബദ്ധം ആരും കാണിക്കാതിരിക്കാം. ഇതൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേ എനിക്കിങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറേ നല്ല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റുന്നത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കത് വരാതിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ. പിന്നെ എത്ര മീറ്റർ ഞാൻ ആദ്യം നോട്ട് ചെയ്ത് വെക്കും. അപ്പം കറക്റ്റ് ആണോ അതും മാച്ച് ആവുമോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആദ്യം തൊട്ട് പോകുന്നത് നല്ലതാണ്.